ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വ്ളോഗ് ഓഫ് ക്രാഫ്റ്റഡ് ജേർണീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാങ്കപ്പോഹു നാച്ചുറൽ ബ്രിഡ്ജാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വൈറ്റോമോ എന്ന് പറയുന്ന സ്ഥലത്ത് പോയ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിരി പിരി കേവ് കണ്ടു, പിന്നെ അതേപോലെ മരോക്കോപ്പ വാട്ടർഫോൾ കണ്ടു. ഇനി അന്ന് തിരിച്ചു പോന്നപ്പോൾ അവിടെ കണ്ട ഒരു ചെറിയൊരു ബോർഡ് കണ്ടു, നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങനെ നടന്നു പോകുന്നു. കുറച്ച് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഇവിടെ നിന്ന് സഞ്ചരിക്കാനെന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് അതേപോലെ മരം കൊണ്ടെന്തോ ഒരു സംഭവമായിരിക്കും അവിടെ കാണാനുണ്ടാവണം. അത് ഇത്ര വലിയ പ്രത്യേകത എന്താ എന്നാണ് സത്യത്തിൽ വിചാരിച്ചത്. പക്ഷെ കുറേ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു, കുറേ കുട്ടികളൊക്കെ ഇത് കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ കാടിൻ്റെ ഉള്ളിൽ ഇവരെ ഇങ്ങനെ ഇരിക്കാനുള്ള സീറ്റുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഈ സ്ട്രീംസ് കാണാൻ പറ്റും, പക്ഷെ വെള്ളമൊക്കെ വളരെ കുറവാണ്. സാധാരണ ഇവിടെ ന്യൂസിലാൻഡിലല്ല വെള്ളവും ഒരു തെളിഞ്ഞ വെള്ളമാണ് കാണാറ്, പക്ഷേ ഇവിടെ എന്തോ ഒരു ചെളി പോലെ എന്തോ ഒരു എഫക്റ്റായിരുന്നു വെള്ളത്തിന്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി കാണാം. ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് കണ്ടു. ഇത് ഒരു വലിയ പാറയാണ്. അപ്പോൾ ഈ പാറ രണ്ട് സൈഡിലും വലിയ പാറകളാണ്. ഈ പാറേനെ കീറി മുറിച്ചുകൊണ്ടാണ് താഴേക്കടെ ആ നദി പോകുന്നത്. അപ്പോൾ നമുക്ക് വിസിറ്റേഴ്സിന് ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ പാറയുടെ സൈഡിൽ ഇങ്ങനെ ഇതേപോലെ പാലം പണിത് വെച്ചിരിക്കുന്നതാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ പാലം കാണാനായിരിക്കും നമ്മൾ വന്നതെന്ന്. പക്ഷേ ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു, ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ 2 ആർച്ചുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ 2 പാറേനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പാറകൾ കൊണ്ട് തന്നെ സ്വയം ബിൽഡായിട്ടുള്ള 2 ആർച്ചുകൾ. അപ്പോൾ ഈ പാറകളുടെ ഇടയ്ക്കെല്ലാം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കേവ്സ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ. ഇത് ശരിക്കും ചുണ്ണാമ്പ് കൊണ്ട് നിർമ്മിതമായൊരു പാറയാണ്. അപ്പോൾ ലൈംസ്റ്റോൺ റോക്സാണിത്. അപ്പോൾ അതാണ് ഈ വെള്ളത്തിൻ്റെ ഈ കളറിന് ഇങ്ങനെ വ്യത്യാസം. നമുക്ക് ഈ പാറകളിലെല്ലാം ഇങ്ങനെ ലൈംസ്റ്റോൺ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു വൈറ്റ് കളറും ഒരു പിങ്ക് കളറും കൂടെ ചേർന്നൊരു ഷെയ്ഡായിരുന്നു പാറയ്ക്കെല്ലാം. ഇത് കണ്ടോ, ഇതാണ് ഈ 2 ആർച്ചുകൾ എന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും ടെമ്പിൾ റണ്ണിലൊക്കെ കണ്ട പോലത്തെ ഒരു സ്ഥലമൊക്കെ പോലെ തോന്നി. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് ഒരു നല്ല ലാഡർ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ താഴേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, പക്ഷേ ഇതിൻ്റെ ചുറ്റും ഇവർ പാലം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് താഴ്ഭാഗത്ത് വരെ പോകാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ താഴെയെല്ലാം ഇതേപോലത്തെ കേവ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ താഴ്ത്തോട്ട് വീഴുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. ആരും കയറി പോകുന്നത് അല്ലെങ്കിൽ വേറെ ഒന്നും കണ്ടില്ല. പിന്നെ ഇതേപോലെ എന്തോ തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഈ വവ്വാലുകളൊക്കെ തൂങ്ങിക്കിടക്കുന്ന പോലെ. പക്ഷെ അതൊക്കെ ലൈംസ്റ്റോൺ ആണ്. ഏകദേശം ഒരു 17 മീറ്റർ ഉയരത്തിലാണ് ഈ പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്നത്.
ഇപ്പോൾ ന്യൂസിലാൻഡിൽ ഈ ഹൈക്കിങ്ങിനും അഡ്വഞ്ചർ ട്രിപ്പിനൊക്കെ പോകുന്ന എല്ലാവരും എന്തായാലും ഈ സ്ഥലം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. കാരണം ഇത് കാണാൻ അത്ര ഭംഗിയാണ്. പിന്നെ ഇത് ടേ അങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പാറക്കെട്ടുകൾ സ്വയം സൃഷ്ടിച്ച പാലമൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. വഴിയിൽ കുറേയധികം വിസിറ്റേഴ്സിനെ കണ്ടു. അവർ പുതിയ പുതിയ സ്ഥലങ്ങളെ പറ്റിയും ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് കണ്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്